ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് ന്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ന്യൂസും സംഭവങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടായിരിക്കും. നമ്മുടെ HDFC ബാങ്ക് നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ 2 കോടി ക്രെഡിറ്റ് കാർഡ്സ് ഇഷ്യൂർ ആയിട്ട്, അതായത് നമ്മുടെ ഇന്ത്യസ് ലാർജസ്റ്റ് ഇഷ്യൂർ ആയിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഷെയർ ഉള്ളത് അതായത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഷെയർ ഉള്ളത് നമ്മുടെ HDFC ബാങ്കിനുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 28% യൂസേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഉള്ളത് നമ്മുടെ HDFC ബാങ്കാണ്. അപ്പോൾ HDFC ബാങ്ക് ശരിക്കും 2001 ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്ത സംഭവങ്ങളൊക്കെ തുടങ്ങിയത്. അപ്പോൾ അതിനനുസരിച്ച് ഇവർ കുറേ പ്രൊഡക്ട്സുകളും അതുപോലെ തന്നെ കുറേ കാറ്റഗറി ഓഫ് കാർഡുകളും കുറേ എന്താ പറയുക കോബറുടെ കാർഡുകളൊക്കെ ഇഷ്ടം പോലെ കാർഡുകളൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇവർക്ക് ഭയങ്കരമായിട്ടൊരു കസ്റ്റമർ ബേസ് ഉണ്ടാക്കാൻ പറ്റി. അതിനിടയിൽ കുറച്ച് പണികളും RBIയുടെ സൈഡിൽ നിന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും അവർ അത് പിടിച്ചു നിന്നു. ഇപ്പോൾ 28% ഓൾമോസ്റ്റ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് മാർക്കറ്റ് ഷെയറിന്റെ HDFC ബാങ്കിനാണ്. അത് കഴിഞ്ഞാൽ SBI ആണെന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ICICI ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് തന്നെയാണ് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ. ഇവർ കുറേ കാർഡുകൾ ഇറക്കുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് കോബറിന്റെ കാർഡുകളായിട്ട് കുറേ കാർഡുകൾ ഇറക്കുന്നുണ്ട്. ഇപ്പോൾ സ്വിഗ്ഗി കാർഡ്, ഇപ്പോൾ ആപ്പിളായിട്ട് ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്, ആപ്പിളും കൂടി ടൈപ്പ് ചെയ്തിട്ട് ആപ്പിളിന്റെ ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്യാൻ പോകുന്ന HDFC ബാങ്കാണ്. അപ്പോൾ അങ്ങനെ കുറേ കാർഡുകൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു അവരുടെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെന്റ് തന്നെയാണ്. അപ്പോൾ ഇനി വേറെ ബാങ്കുകൾ പിന്നെ എന്താ വെച്ചാൽ ഭയങ്കര കോമ്പറ്റീഷനാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ക്രെഡിറ്റ് കാർഡ് മാർക്കറ്റ് ഇത്രയധികം ഇൻക്രീസ് എന്താ പറയുക ഇത്രയധികം ബൂം ആവാനും കാരണം. എന്താ വെച്ചാൽ അധികം കുറേ പേർക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടി തുടങ്ങി കോമ്പറ്റീഷൻ വന്നുകൊണ്ട് തന്നെ. അപ്പോൾ അതൊരു നല്ലൊരു മൂവ് തന്നെയാണ്. അപ്പോൾ ഇനി ഇവരുടെ ബാക്കിൽ വരുന്നത് SBIയും ICICI ബാങ്കുമാണ്. അപ്പോൾ അത് എന്തായാലും നോക്കാം, നല്ലതാണ് എന്തായാലും. അപ്പോൾ ഇവരുടെ ടോപ്പ് 5 ക്രെഡിറ്റ് കാർഡ്സുകൾ വരുന്നത് ഏതൊക്കെയാണ് ഞാൻ പറയാന്ന് വെച്ചാൽ അവരെ ഏറ്റവും കൂടുതൽ കസ്റ്റമർ ബേസ് ഉള്ള ക്രെഡിറ്റ് കാർഡ്സുകൾ, അതായത് ടോപ്പ് 5 ക്രെഡിറ്റ് കാർഡ്സുകൾ, അല്ലാണ്ട് റിവാർഡിങ്ങോ സംഭവമൊന്നുമല്ല. അപ്പോൾ HDFC ബാങ്കിന്റെ മില്ലിനിയർ കാർഡാണ് ഫസ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റിഗാലിയ ഗോൾഡ് ക്രെഡിറ്റ് കാർഡ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടാറ്റാനിയുടെ ഇൻഫിനിറ്റി HDFC ബാങ്കിന്റെ കാർഡ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് HDFC ബാങ്കിന്റെ ഡൈനേഴ്സ് ക്ലബ് ബ്ലാക്ക് മെറ്റൽ എഡിഷൻ ക്രെഡിറ്റ് കാർഡ് വരുന്നുണ്ട്. അതൊരു പ്രീമിയം കാർഡാണ് കേട്ടോ. നമുക്ക് 10,000 രൂപ പ്ലസ് GST ആണ് ആനുവൽ ചാർജും ജോയിൻ ചാർജും വരുന്നത്. പക്ഷേ ഭയങ്കര അത്യാവശ്യം നല്ല ബെനിഫിറ്റ് തരുന്ന ഒരു കാർഡ് തന്നെയാണ്. ലാസ്റ്റ് വരുന്നത് നമ്മുടെ സ്വിഗ്ഗി HDFC ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ ഈ ടോപ്പ് 5 കാർഡുകളാണ് ഏറ്റവും കൂടുതൽ അവർക്ക് കസ്റ്റമർ ബേസ് ഉണ്ടാക്കി കൊടുത്ത കാർഡുകൾ, ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉപയോഗിക്കുന്ന കാർഡുകൾ. അപ്പോൾ എൻ്റെ നോക്കി കഴിഞ്ഞാൽ സ്വിഗ്ഗി HDFC കാർഡ് ഉണ്ടായിരുന്നു, ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് വലിയ യൂസ് ഇല്ല. പിന്നെ അത് ലൈഫ് ടൈം ഫ്രീ അല്ലാണ്ടാണ് കിട്ടിയത് നമുക്ക്. എൻ്റെ പിന്നെ ടാറ്റാനിയുടെ പ്ലസ് കാർഡ് ഉണ്ട്, അത് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്, നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. പിന്നെ മില്ലിനിയുടെ കാർഡ് ഉണ്ട്, ഏറ്റവും ആദ്യത്തെ കാർഡിന്റെ മില്ലിനിയാണ്. നമ്മൾ അതിന് അൺബോക്സിംഗ് സംഭവം കിട്ടാം, എല്ലാത്തിൻ്റെ കാർഡ് നമ്മൾ അൺബോക്സിംഗ് കിട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. റിഗാലിയ കാർഡിൻ്റെ ഇല്ല കേട്ടാ. പിന്നെ മില്ലിനിയ കാർഡ് ഉണ്ട്. അപ്പോൾ അതിൽ കാറ്റഗറിയിൽ നോക്കുമ്പോൾ എൻ്റെ 2 കാർഡുള്ളവരെ 3 കാർഡ് ഉണ്ട്, അതിൽ പറഞ്ഞാൽ ഞാൻ ക്ലോസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ പുതിയ ന്യൂസ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോ കാണാം.